എല്ലാവർക്കും നമസ്കാരം. ഈ വർഷം കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷൻ നടത്തുന്ന SSLC തുല്യത പരീക്ഷയ്ക്ക് ഒരു ഇംഗ്ലീഷ് പരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയത് അവരുടെ അക്ഷര കൈരളി എന്ന ബുക്കിൽ പ്രസിദ്ധീകരിച്ച ഇംഗ്ലീഷ് മോഡൽ പേപ്പർ ഈ അവസരത്തിൽ ചർച്ച ചെയ്യുകയാണ്. ഈ വരുന്ന പരീക്ഷയ്ക്ക് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കുക എന്നും അത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വായിച്ച് മനസ്സിലാക്കുക എന്നും ഉള്ള ഒരു ബോധം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പല ക്വസ്റ്റ്യനും ഓരോ ഭാഗവും ഓരോ രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്യുക എന്നുള്ളത് 2 മണിക്കൂറുകളോളം ഏകദേശം വേണ്ടി വരും. എന്നിരുന്നാലും ക്വസ്റ്റ്യൻ്റെ ആമുഖത്തിൽ വരുന്ന പ്രതിപാദിക്കേണ്ട വിഷയവും അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ്റെ ആദ്യ ഭാഗത്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ഈ അവസരത്തിൽ ചർച്ച ചെയ്താൽ അത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 2 or 3 പാർട്ടായിട്ട് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്യുക എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ തന്നെ പരീക്ഷയുടെ രീതി എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. സ്ക്രീനിൽ കാണുന്നത് പോലെ നിങ്ങൾക്ക് 60 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസാണ് ആകെ ഉണ്ടാവുക. 2.5 മണിക്കൂർ നേരത്തെ പരീക്ഷയാണ് നടക്കാൻ പോകുന്നത്. പൊതുനിർദ്ദേശങ്ങളാണ് ആദ്യമായി തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ വായിക്കാനുണ്ടാവുക. ആ പൊതുനിർദ്ദേശങ്ങൾ എന്താണെന്ന് നിങ്ങൾ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും നിങ്ങൾക്ക് വേണ്ടി അത് ഒരു പ്രാവശ്യം ഞാൻ വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം. ജനറൽ ഇൻസ്ട്രക്ഷൻ ടു കാൻഡിഡേറ്റ്സ്, വിദ്യാർത്ഥികളുള്ള പൊതുനിർദ്ദേശങ്ങൾ. There is a cool off time for 15 minutes in addition to the writing time. അവിടെ ഒരു 15 മിനിറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ നിങ്ങൾക്ക് 15 മിനിറ്റ് അത് ആ പരീക്ഷയായിട്ട് ആ ഹോളുമായിട്ട് താതാത്മ്യം പ്രാപിക്കാൻ വേണ്ടി, ഒരു ടെൻഷൻ കുറക്കാൻ വേണ്ടി ഒരു കൂൾ ഓഫ് ടൈം എന്നുള്ള ഒരു സമയം അനുവദിച്ചതാണ്. ആ സമയം നിങ്ങൾക്ക് മൊത്തം ക്വസ്റ്റ്യൻ വായിക്കാം. പൊതുവേ നോട്ട്സൊക്കെ ഏതൊക്കെ എഴുതണം എന്നുള്ളൊരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു പ്ലാന് നിങ്ങൾക്ക് വരുത്താൻ പറ്റും ഈ സന്ദർഭത്തിൽ. അത് താഴെ അത് കാണിച്ചിട്ടുണ്ട്. യൂസ് ദ കൂൾ ഓഫ് ടൈം ടു ഗെറ്റ് ഫെമിലിയർ വിത്ത് ക്വസ്റ്റ്യൻസ് ടു പ്ലാൻ യുവർ ആൻസർ. ഈ കൂൾ ഓഫ് ടൈം ഉപയോഗിക്കേണ്ടത് ആ ക്വസ്റ്റ്യനുമായിട്ട് പൊരുത്തപ്പെടാനാണ്. എങ്ങനെ ക്വസ്റ്റ്യൻ എഴുതാമെന്ന് പ്ലാൻ ചെയ്യാനുള്ള സമയമാണ്. പക്ഷേങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാൽ കൂൾ ഓഫ് ടൈം അങ്ങനെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തണമെന്നില്ല. നിങ്ങൾക്ക് സമയം കിട്ടാത്ത പ്രശ്നം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഉത്തരത്തിലേക്ക് കടന്ന് ആ സമയം സേവ് ചെയ്തുകൊണ്ട് പരീക്ഷയ്ക്ക് ആ സമയം ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റീഡ് ദ ക്വസ്റ്റ്യൻ കെയർഫുള്ളി ബിഫോർ ആൻസറിങ്. റീഡ് ദ ഇൻസ്ട്രക്ഷൻ കെയർഫുള്ളി. ആൻസർ ദി ക്വസ്റ്റ്യൻസ് അക്കോർഡിംഗ് ടു ഇറ്റ്സ് ചോയ്സ്. സൈഡിൽ ഓരോ ക്വസ്റ്റ്യൻ്റെയും സൈഡ് ഭാഗത്ത് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടാകും. ആ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് വായിച്ചിട്ട് വേണം നിങ്ങളത് ഉത്തരം എഴുതാൻ. കാരണം ചില സന്ദർഭങ്ങളിൽ 4ഓളം ചോദ്യം തന്നിട്ട് അത് 2 മാത്രം എഴുതിയാൽ മതി എന്നുണ്ടാവും. നിങ്ങൾ അതൊന്നും വായിക്കാതെ 4 എണ്ണം എഴുതി കൊടുക്കും. 4 എഴുതി കൊടുത്താൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യില്ല. 2 മാത്രമേ അത് മാർക്ക് ലഭിക്കില്ല. 2 മാത്രമേ അവർ വാല്യൂ ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ പരീക്ഷയ്ക്ക് മുന്നോട്ട് പോകാൻ. ഓർ എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ 2 മാത്രം എഴുതിയാൽ മതി എന്നുള്ള ചോയ്സ് എന്നാണ് പറയുക. കൂടുതൽ ചോദ്യങ്ങൾ തന്നിട്ട് അതിൽ തിരഞ്ഞെടുത്ത 2 എഴുതുക എന്ന ചോദ്യം ഉണ്ടാവും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ 2 മെയിൻ ഭാഗമാണ് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അത് മുൻ ക്ലാസ്സിൽ നിങ്ങൾ പറഞ്ഞു കാണും. പാഠഭാഗത്തിലെ എക്സ്ട്രാക്റ്റ് അല്ലെങ്കിൽ കൊട്ടേഷൻ. കവിതയാണെങ്കിൽ കവിതയിലെ ലൈൻസ് തരും. ഒരു 5-10 ലൈൻസ് തരും. പാഠഭാഗമാണെങ്കിൽ പാഠഭാഗത്തിൻ്റെ 1-2 ചെറിയ പാരഗ്രാഫ് തരും. ആ പാരഗ്രാഫിൽ നിന്ന് നിങ്ങൾ അവർ തന്നെ ക്വസ്റ്റ്യൻസ് കൊടുത്ത് കാണും.
ആ ക്വസ്റ്റ്യൻസിന് ഉത്തരം നോക്കി എഴുതണം. അത് ഈസി ആയ ഒരു ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പലപ്പോഴും ആ പാഠഭാഗത്തിലെ തന്നിരിക്കുന്ന പാഠഭാഗത്ത് തന്നെ ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഉത്തരം ഉണ്ടാകും. അത് സൂക്ഷ്മമായി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് സംസാരിക്കാം. അതിന് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റീഡ് ദ എക്സ്ട്രാക്ട് ഫ്രം ദി ബേണിംഗ് ഓഫ് ദി റൈസ് ഫീൽഡ് ആൻഡ് ആൻസർ ദി ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോസ്. ഈ ബേണിംഗ് ഓഫ് ദി റൈസ് ഫീൽഡ് എന്ന നമ്മുടെ പാഠത്തിൻ്റെ ഒന്നാമത്തെ പാഠമാണ്. ആ പാഠഭാഗത്തിലെ ഒരു പാസേജാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അത് നിങ്ങളുടെ മുമ്പിൽ വായിക്കാം. ഒരിക്കൽ കൂടി വായിക്കാം. The old man put his hands to his eyes and looked again. He had never seen such a things before. He remembered things that his own grandfather told him when he was a boy. He knew all the stories of the sea. Suddenly he turned and ran to the house. Tada, Tada, he cried, bring a brand from the earth. Tada did not know why his grandfather wanted fire. He was a good boy and he always obeyed. So he ran quickly and brought the brand. The old man took it and ran towards the rice fields. Tada ran after him. To his great horror, he saw his grandfather set fire to the dry paddy fields. "Oh, grandfather," screamed the little boy. "What are you doing?" The old man said nothing. He went on setting fire to the rice fields. ഇത് നമുക്കറിയാം. ഈ ഒന്നാമത്തെ പാഠത്തിലെ പാഠഭാഗമാണ് ഇതെന്ന്. ആ പാഠഭാഗം അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാ പാഠഭാഗത്തിലെയും പാഠവും നിങ്ങൾ 2-3 പ്രാവശ്യം വായിച്ചിരിക്കണം. ഏത് പാഠഭാഗം നിങ്ങൾക്ക് തന്നാലും അതേത് ചാപ്റ്ററിലെയാണ്, ഏത് ഭാഗത്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം. എന്നെങ്കിൽ മാത്രമേ അതിനുള്ള ഉത്തരം നൽകാൻ പറ്റുള്ളൂ. ഇത് ഒന്നാമത്തെ പാഠഭാഗമായതുകൊണ്ട് തന്നെ ഇത് സിമ്പിളായ ഒരു സ്റ്റോറിയാണ്. ഈ സ്റ്റോറി പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ അർത്ഥം ക്ലാസ്സിൽ ഞങ്ങൾ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യനിലേക്ക് കടക്കുമ്പോൾ എങ്ങനെയാണ് ആ ക്വസ്റ്റ്യന് ഉത്തരം എഴുതേണ്ടത് എന്ന് നിങ്ങൾക്ക് നോക്കണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ്, ദ ഓൾഡ് മാൻ പുട്ട് ഹിസ് ഹാൻഡ് ടു ഹിസ് ഐസ് ആൻഡ് ലുക്ക്ഡ് അഗെയിൻ. വൈ? ആ പ്രായമുള്ള ആൾ, ആ ഗ്രാൻഡ് ഫാദർ കൈ കണ്ണുകളിൽ വെച്ചു, കണ്ണിന് മുകളിൽ വെച്ചു, ദൂരെ നോക്കി, വീണ്ടും ദൂരെ നോക്കി. എന്തുകൊണ്ടാണ്? വൈ? എന്തുകൊണ്ട്? ദ ഓൾഡ് മാൻ പുട്ട് ഹിസ് ഹാൻഡ് ടു ഹിസ് ഐസ് ആൻഡ് ലുക്ക്ഡ് അഗെയിൻ. ഈ പ്രായമുള്ള ആൾ അവൻ്റെ കൈ കണ്ണുകൾക്ക് മുകളിൽ വെച്ചുകൊണ്ട് ദൂരെ നോക്കി. എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ എന്തുകൊണ്ടാണ് ഉത്തരം താഴെ ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് ക്വസ്റ്റ്യൻസ് മുഴുവൻ മനസ്സിലാക്കുക. രണ്ടാമത്തത്, വാട്ട് ഡിഡ് ദ ഗ്രാൻഡ് ഫാദർ ആസ്ക് ടാഡ ടു ഡു? ഗ്രാൻഡ് ഫാദർ ടാഡ എന്ന വ്യക്തിയോട് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? വാട്ട് ഡിഡ് ഗ്രാൻഡ് ഫാദർ ആസ്ക് ടാഡ ടു ഡു? ഈ ടാഡ എന്ന കഥാപാത്രത്തോട് ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്? മൂന്നാമത്തത്, ടാഡ വാസ് എ ഗുഡ് ബോയ് ബിക്കോസ് ഹി ഓൾവേസ് ഡാഷ്. ടാഡ നല്ലൊരു കുട്ടിയായിരുന്നു, കാരണം അവൻ എപ്പോഴും ഡാഷാണ്. അടുത്തത്, ദ ഓൾഡ് മാൻ ടുക്ക് ഇറ്റ് ആൻഡ് റാൻ ടുവേഴ്സ് ദി റൈസ് ഫീൽഡ്. വാട്ട് ഡിഡ് ഹി ഡു ആഫ്റ്റർ ദാറ്റ്? ആ പ്രായമുള്ള ആൾ അത് എടുത്തിട്ട് ഈ നെൽ വയലിലേക്ക് ഓടിപ്പോയി. വാട്ട് ഡിഡ് ഹി ഡു ആഫ്റ്റർ ദാറ്റ്? അതിനുശേഷം അയാൾ എന്താണ് ചെയ്തത്? അടുത്ത ചോദ്യം, പിക്ക് ഔട്ട് ദി വേർഡ് ഫ്രം ദി പാസേജ് ദാറ്റ് മീൻസ് ടു ക്രൈ. ടു ക്രൈ, കരഞ്ഞു എന്ന് കാണിക്കുന്ന വാക്ക് ഈ പാഠഭാഗത്ത് എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? മറ്റൊരു വേർഡ് ക്രൈ എന്നുള്ള വേർഡിന് തുല്യമായ വേർഡ് കൊടുത്തിട്ടുണ്ട്, കരഞ്ഞു എന്നുള്ളതിന് കാണിക്കാൻ വേണ്ടി. അത് എന്താണ്, എവിടെയാണ് ഈ പാഠഭാഗത്ത് ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. പിക്ക് ഔട്ട് ദി വേർഡ് ഫ്രം ദി പാസേജ് ശ്രദ്ധിക്കണം, പാഠഭാഗം. ഈ പാസേജിൽ ആ ടു ക്രൈ എന്ന വേർഡ് എവിടെയാണ് തത്തുല്യമായ വാക്കുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അടുത്ത ചോദ്യം, വാട്ട് ഡിഡ് ടാഡ ഫീൽ അബൌട്ട് ഹിസ് ഗ്രാൻഡ് ഫാദർ? അടുത്ത ചോദ്യം, ഗ്രാൻഡ് ഫാദർ മുത്തച്ഛനെ കുറിച്ച് ടാഡയ്ക്കുള്ള സങ്കല്പം, ടാഡയ്ക്കുള്ള വിശ്വാസം എന്തായിരുന്നു? മുത്തച്ഛനെ കുറിച്ച് എന്താണ് ടാഡയ്ക്ക് തോന്നിയത്? വാട്ട് ഡിഡ് ടാഡ ഫീൽ തന്നെ അനുഭവപ്പെടുക അല്ലെങ്കിൽ തോന്നുക. എന്താണ് ഗ്രാൻഡ് ഫാദറെ കുറിച്ച് ടാഡ വിചാരിച്ചത്? ഇപ്പോൾ 6 ചോദ്യമുള്ളത്. 6 ചോദ്യത്തിന് മുകളിൽ കൊടുത്തു. 6 ചോദ്യത്തിന് ഓരോന്നും ഈ പാസേജിൽ നിന്നും എടുത്തെഴുതിയാൽ നിങ്ങൾക്ക് ഓരോന്നിനും ഓരോ മാർക്ക് കിട്ടും. അത് ഈസിയാണ്.
നിങ്ങൾക്കറിയുന്ന സെൻറ്റൻസിലോ അല്ലെങ്കിൽ അവിടെ കൊടുത്ത പേസേജിൽ കൊടുത്തോ പാഠഭാഗത്തിൻ്റെ ഭാഗം അതുപോലെ തന്നെയോ അങ്ങ് എഴുതി കൊടുത്താൽ തന്നെ ആ 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് ഇതെങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം എന്ന് നമുക്ക് ഇവിടെ നോക്കാൻ പറ്റും. The old man put his hand to his eyes and looked again. Why? എന്തുകൊണ്ടാണ് ദൂരെ കൈ കണ്ണിന് മുകളിൽ വെച്ചുകൊണ്ട് ദൂരെ പ്രായമുള്ള ആൾ ഗ്രാൻഡ് ഫാദർ നോക്കിയത്? ഉത്തരം നമുക്കറിയാം. ആൻസേഴ്സ് നോക്കുക. ഒന്ന്, ദി ഗ്രാൻഡ് ഫാദർ ഹാഡ് നെവർ സീൻ സച്ച് എ ചേഞ്ചസ് ഇൻ ദ സീ ബിഫോർ. ആ ഗ്രാൻഡ് ഫാദർ ആ കടലിൽ ജീവിതത്തിൽ ഇതുവരെ അങ്ങനത്തെ ഒരു രംഗം കണ്ടിരുന്നില്ല. ദ ഗ്രാൻഡ് ഫാദർ ഹാഡ് നെവർ സീൻ സച്ച് എ ചേഞ്ചസ് ഇൻ ദി സീ. കടലിൽ എന്തോ ഒരു മാറ്റമുണ്ട് എന്നുള്ള ഇതുവരെ കണ്ടിരുന്നില്ല. ആദ്യമായിട്ട് അങ്ങനെ ഒരു മാറ്റം കാണുകയാണ്. സോ ദി ഓൾഡ് മാൻ പുട്ട് ഹിസ് ഹാൻഡ്സ് ടു ഹിസ് ഐസ് ആൻഡ് ലുക്ക്ഡ് അഗൈൻ. അതുകൊണ്ടാണ് ഈ ഗ്രാൻഡ് ഫാദർ അങ്ങനെ ഭയാനകമായി ദൂരെ വീണ്ടും വീണ്ടും നോക്കിയത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയുള്ള സച്ച് എ തിങ് നെവർ ഹാഡ് സീൻ ബിഫോർ. അതിനു മുമ്പ് ആ വ്യക്തി അങ്ങനെയുള്ള ചിത്രം, അങ്ങനെയുള്ള രംഗം കടലിൽ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഗ്രാൻഡ് ഫാദർ അങ്ങനെ ഭയാനകമായി കടലിലേക്ക് നോക്കിയത്. അടുത്ത ചോദ്യം, വാട്ട് ഡിഡ് ഗ്രാൻഡ് ഫാദർ ആസ്ക് ടാഡ ടു ഡു? ടാഡയോട് എന്ത് ചെയ്യാനാണ് ഗ്രാൻഡ് ഫാദർ പറഞ്ഞത്? ഗ്രാൻഡ് ഫാദർ ആസ്ക്ഡ് ടാഡ ടു ബ്രിങ് എ ബ്രാൻഡ് ഫ്രം ദി ഹെർത്ത്. അടുപ്പിൽ നിന്നും അല്ലെങ്കിൽ നെരിപ്പോടിൽ നിന്നും ഒരു തീക്കനൽ കൊണ്ടുവരാനാണ് ടാഡയോട് ഗ്രാൻഡ് ഫാദർ പറഞ്ഞത്. മൂന്നാമത്തത്, ടാഡ വാസ് എ ഗുഡ് ബോയ് ബിക്കോസ് ഹി ഓൾവേസ് ഡാഷ്. ടാഡ വാസ് ഗുഡ് ബോയ് ബിക്കോസ് ഹി ഓൾവേസ് ഒബെയ്ഡ്. ഈ മൂന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ നോക്കിയോ, ടാഡ ഹി വാസ് എ ഗുഡ് ബോയ്. ഏഴാമത്തെ ലൈനിൽ നിങ്ങൾ 6ാമത്തെ ലൈനിലും കാണാം ഹി വാസ് എ ഗുഡ് ബോയ് ആൻഡ് ഹി ഓൾവേസ് ഒബെയ്ഡ്. ആ ഒബെയ്ഡ് എന്നുള്ള ആ വേർഡ് തന്നെ ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ തന്നെ അതിന് ഉത്തരം കാണാം. പിന്നെ മുകളിൽ തന്നെ പാഠഭാഗത്ത് തന്നെ ഓൾഡ് മാൻ പുട്ട് ഹിസ് ഹാൻഡ്സ് ടു ഹിസ് ഐസ് ആൻഡ് ലുക്ക്ഡ് അഗൈൻ ഹി ഹാഡ് നെവർ സീൻ സച്ച് എ തിങ് ബിഫോർ. അതാണ് ഇതിൻ്റെ പോയിന്റ്. ഹി ഹാഡ് നെവർ സീൻ സച്ച് എ തിങ്സ് ബിഫോർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പാഠഭാഗത്ത് തന്നെ അതിൻ്റെ ഉത്തരം കിടക്കുന്നുണ്ട്. ആ ഭാഗം നോക്കിയിട്ട് അങ്ങ് എഴുതി കൊടുത്താൽ മതി. ഒന്നാമത്തെ ഉത്തരം 2ാമത്തെ ലൈനുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം നോക്കിയാൽ മനസ്സിലാവും. നോക്കിയോ, ടാഡ ഹി ക്രൈഡ് ബ്രിങ് എ ബ്രാൻഡ് ഫ്രം ദി ഹെർത്ത്. കാണുന്നില്ലേ? ആ നെരിപ്പോടിൽ നിന്ന് ഒരു തീക്കനൽ കൊണ്ടുവരാൻ വേണ്ടി ആണ് പറഞ്ഞത്. ടു ബ്രിങ് എ ബ്രാൻഡ് ഫ്രം ദി ഹെർത്ത്. അതാണ് 2ാമത്തെ ഉത്തരം. മൂന്നാമത്തത് ഇവിടെ തന്നെ ഒബെയ്ഡ് എന്നുള്ള വേർഡാണ് വരുന്നത്. 4ാമത്തത് ഓൾഡ് മാൻ ടുക്ക് ആൻഡ് റാൻ ടുവേഴ്സ് ദി റൈസ് ഫീൽഡ്. ഓൾഡ് മാൻ അതെടുത്തിട്ട് വയലിലേക്ക് ഓടിപ്പോയി. എന്താണ് അതിന് ശേഷം അയാൾ ചെയ്തത്? ഉത്തരം ഇവിടെ തന്നെ പറയുന്നുണ്ട്. ടു ഹിസ് ഗ്രേറ്റ് ഹൊറർ ഹി സോ ഹിസ് ഗ്രാൻഡ് ഫാദർ സെറ്റ് ഫയർ ടു ദി ഡ്രൈ പാഡി ഫീൽഡ്. ഗ്രാൻഡ് ഫാദർ ആ തീയെടുത്ത് പോയിട്ട് ഉണങ്ങിയ പാടത്തിന് തീ കൊടുത്തു എന്നാണ് ഉത്തരം വരേണ്ടത്. അപ്പോൾ ഉത്തരം നിങ്ങൾക്ക് വായിച്ച മനസ്സിലാകും. ദ ഓൾഡ് മാൻ സെറ്റ് ഫയർ ടു ദി ഡ്രൈ പാഡി ഫീൽഡ്. 4ാമത്തത്. അപ്പോൾ 4ാമത്തെ ക്വസ്റ്റിനും ഉത്തരം കിട്ടി. 5ാമത്തത്, പിക്ക് ഔട്ട് ദി വേർഡ് ഫ്രം ദി പാസേജ് ദാറ്റ് മീൻസ് ടു ക്രൈ. ടു ക്രൈ എന്നുള്ള വേർഡിന് തുല്യമായ വേർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാ നോക്കിക്കോ. ഓ ഗ്രാൻഡ് ഫാദർ സ്ക്രീംഡ് ദി ലിറ്റിൽ ബോയ്. അപ്പോൾ സ്ക്രീംഡ് എന്നുള്ള വേർഡ് കാണുന്നില്ലേ? കുട്ടി കരഞ്ഞു എന്നുള്ളതാണ് സ്ക്രീംഡ്. പേടിച്ച് കരഞ്ഞു. അത് തന്നെയാണ് ടു ക്രൈ വരുന്നത്. അപ്പോൾ ടു ക്രൈ എന്നുള്ള വേർഡിന് ഉത്തരം സ്ക്രീംഡ് എന്നാണ് വരിക. പിന്നെ 6ാമത്തത്, ടാഡ വാസ് വാട്ട് ഡിഡ് ടാഡ ഫീൽ അബൌട്ട് ഹിസ് ഗ്രാൻഡ് ഫാദർ. ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് ടാഡയ്ക്കുള്ള വിശ്വാസം എന്തായിരുന്നു? അല്ലെ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് എന്താണ് തോന്നിയത്? ഉത്തരം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇതാ ഉത്തരം വരുന്നത് അതിന് ശേഷം വരുന്ന പാഠഭാഗത്തിലെ ചോദ്യമാണ്, ഉത്തരമാണ്. അതുകൊണ്ട് ആ പാഠഭാഗത്ത് കൊടുത്തിരുന്നില്ല. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, ആ പേസേജിൻ്റെ മുൻഭാഗവും അതിന് ശേഷം വരുന്ന ഭാഗവും നിങ്ങളെ കഥ നിങ്ങളെ മനസ്സിലുണ്ടാകുകയാണെങ്കിൽ അതിന് ഉത്തരം കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ ചോദ്യം ഇതാണ്, വാട്ട് ഡിഡ് ടാഡ ഫീൽ അബൌട്ട് ഹിസ് ഗ്രാൻഡ് ഫാദർ.
ഉത്തരം നോക്കിയോ. ടാഡ തോട്ട് ദാറ്റ് ഹിസ് ഡിയർ ഗ്രാൻഡ് ഫാദർ ഹാഡ് ലോസ്റ്റ് ഹിസ് മൈൻഡ്. ഗ്രാൻഡ് ഫാദറിന് അവന് ബോധം നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എന്താ ഭ്രാന്ത് പിടിച്ച പോലെ ആണ് കുട്ടിക്ക് തോന്നിയത്. ആ സ്വയബോധം അല്ലെങ്കിൽ സ്വന്തം ബോധം നഷ്ടപ്പെട്ട പോലെ, ഒരു മനസ്സ് തെറ്റിയ പോലെയാണ്, മനോനില തെറ്റിയ പോലെയാണ് തൻ്റെ ഗ്രാൻഡ് ഫാദറിന് പറ്റിയെന്ന് ടാഡ വിചാരിച്ചു. അങ്ങനെയാണ് ഈ ചോദ്യത്തിന് ഇങ്ങനെയുള്ള പാസേജ് ഭാഗത്ത് നിന്ന് ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഈ പാഠഭാഗത്തിലെ ചോദ്യമാണ്, പാഠഭാഗത്തിൽ തന്നെ ഉത്തരവുണ്ട്. അത് നോക്കി എടുത്ത് എഴുതിയാൽ മാത്രം നിങ്ങൾ മതി. കുറച്ച് ചെറിയ മാറ്റങ്ങൾ മാത്രം അതിൽ വരുത്തേണ്ടി വരും. അത് ഈസി ആയിട്ട് തന്നെ 6 മാർക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാം. അടുത്ത ഒരു ചോദ്യം വരുന്നത് അതുപോലെ തന്നെ പാഠഭാഗത്ത് നിന്ന്, കഥയിൽ നിന്ന് വരുന്ന പോലെ തന്നെ കവിതയിൽ നിന്ന് വരാം. അടുത്ത ചോദ്യം നിങ്ങൾ നോക്കിക്കോ. ക്വസ്റ്റ്യൻ നമ്പർ 7 to 10. Read the lines from the poem Encroachment and answer the questions that given below. ഈ എൻക്രൗച്ച്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു കവിത നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ആ കവിതയിലെ ഒരു 2 സ്റ്റാൻസിൽ വരുന്ന ലൈൻസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ ലൈൻസ്, ആ കഥ, നിങ്ങൾക്ക് ലൈൻസും അതുപോലെ തന്നെ ആ പാഠത്തിൽ വരുന്ന കഥയും നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ ഈ ലൈന് തന്നത് നോക്കി മനസ്സിലാക്കിയിട്ട് അതിന് ഉത്തരം കൊടുക്കാവുന്നതാണ്. ആ ലൈൻസ് നമുക്ക് നോക്കാം. ഇൻ ദ ഗാർഡൻ ഹോപ്പിംഗ് ഇൻ ക്ലംസി ഹറി വാസ് എ മൈന ബാലൻസിങ് ഇറ്റ്സ് യെല്ലോ ബീക്ക് ടിക്സ് ആൻഡ് സ്ലെൻഡർ സ്റ്റിക്സ് heading for my mailbox laboriously to rebuild the cozy nest I had wrecked. My vision blurred in the heaviest showers. The message I had missed quite clearly I read in the incongruous nest hidden in the wooden box. നമുക്കറിയാം എൻക്രോച്ച്മെൻറ്റിലെ ലൈൻസാണിത്. അതിൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. നേരത്തെ ഈ പാസേജ് ചോദിച്ച പോലെ തന്നെ ഈ പോയത്തിലെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുകയാണ്. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് തന്നെ ഇതൊക്കെ പാഠഭാഗത്തിനോട് ചേർന്ന ഭാഗം പഠിച്ചു കാണും. ആ ക്വസ്റ്റ്യൻ ആൻസർ കൂടെ ഒന്നിച്ച് വരുന്ന അവസ്ഥയാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് ദി മൈന ബാലൻസിങ് ഇൻസ് ബീക്ക്? മൈന തൻ്റെ ചുണ്ടിൽ എന്താണ് വെച്ചുകൊണ്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത്, ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ഉത്തരം പറയാം. അതിന് ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കുക. വേർ വാസ് ദി മൈന ഹെഡിങ് ടു? എവിടെയാണ് മൈന പോകുന്നത്? ഇത് ഈ ചുള്ളിക്കൊമ്പ് എടുത്ത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഹൂ റക്കിഡ് മൈനാസ് നെസ്റ്റ്? മൈനയുടെ നെസ്റ്റ്, കൂട് ആരാണ് നശിപ്പിച്ചത്? റക്കിഡ് എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുക. ഹൂ റക്കിഡ് ദ മൈനാസ് നെസ്റ്റ്? അടുത്തത് ദ പോയറ്റ്സ് വിഷൻ ബ്ലർഡ് ഇൻ ഡാഷ്? കവിയുടെ കാഴ്ചപ്പാട് അല്ലെ വിഷൻ, കാഴ്ച മങ്ങിപ്പോയത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇത്തരത്തിലുള്ള 4 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉത്തരം നിങ്ങൾ നോക്കാം. ദ മൈന വാസ് ബാലൻസിങ് ഇറ്റ്സ് യെല്ലോ ബീക്ക് ദ ടിക്സ് ആൻഡ് സ്ലെൻഡർ സ്റ്റിക്സ്. പാഠഭാഗത്ത് കാണും. ദ ക്ലംസി മൈന ബാലൻസിങ് ഇറ്റ്സ് യെല്ലോ ബീക്ക് ടിക്സ് ആൻഡ് സ്ലെൻഡർ സ്റ്റിക്സ്. നാലാമത്തെ വരിയിലെ കുറച്ച് ഭാഗങ്ങളാണ് അതിൽ ഉത്തരമായിട്ട് വരുന്നത്. അത് അതിൻ്റെ കൊക്കിൽ കുറച്ച് ചില്ല കമ്പുകളും ചില്ല വടികളുമാണ് അതിൻ്റെ ബീക്കിലുള്ളത് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അടുത്തത് നോക്കുക. ഇവിടെയാണ് വേർ വാസ് ദി മൈന ഹെഡിങ് ടു? മൈന എവിടത്തേക്കാണ് ഇതൊക്കെ കൊണ്ട് പോകുന്നത് എന്നുള്ളതാണ്. ഹെഡിങ് ടു, ലീഡിങ് ടു, പോകുന്നത്. ഉത്തരം ദ മൈന വാസ് ഹെഡിങ് ടു ദ പോയറ്റ്സ് മെയിൽ ബോക്സ്. നമുക്കറിയാം കവിയുടെ മെയിൽ ബോക്സ്, തപാൽ പെട്ടിയിലേക്കാണ് ഈ മൈന പോകുന്നത്. അവിടെയാണ് അത് എവിടെ കൂടുകൂട്ടാൻ വേണ്ടി പോകുന്നതായിട്ട് നമ്മൾ ഈ പഠിക്കുമ്പോൾ പാഠഭാഗത്ത് പഠിച്ചിട്ടുണ്ട്. മൈന വാസ് ഹെഡിങ് ടു ദ പോയറ്റ്സ് മെയിൽ ബോക്സ്. മെയിൽ ബോക്സിലേക്കാണ് ഈ മൈന പോകുന്നത്. 9ാമത്തെ ചോദ്യം. ഹൂ റക്കിഡ് ദ മൈനാസ് നെസ്റ്റ്? മൈനയുടെ കൂട് ആരാണ് തകർത്തത്? റക്കിഡ് എന്ന് പറഞ്ഞാൽ തകർക്കുക. ഹൂ റക്കിഡ് മൈനാസ് നെസ്റ്റ്? ദ നെറേറ്റർ അല്ലെ ഇവിടെ പോയറ്റ്, ഈ കവിയാണ്, ഈ കഥാപാത്രമാണ് നെറേറ്റർ. നെറേറ്റർ എന്ന് പറഞ്ഞാൽ ഈ കഥ വിവരിക്കുന്ന ആളെന്നുള്ള അർത്ഥമാണ്. നെറേറ്റർ റക്കിഡ് ദ മൈനാസ് നെസ്റ്റ്. മൈനയുടെ നെസ്റ്റ് പൊട്ടിച്ചത് ഈ നെറേറ്ററാണ്. 10ാമത്തെ ചോദ്യം. ദ പോയറ്റ്സ് വിഷൻ ബ്ലർഡ് ഇൻ ദി ഡാഷ്? അതും കാണും നിങ്ങൾക്ക്. പോയറ്റ്സ് വിഷൻ ബ്ലർഡ്, 2ാമത്തെ പാരഗ്രാഫ് നിങ്ങൾ കാണാം. ദ മൈ വിഷൻ ബ്ലർഡ് ഇൻ ദി ഹെവി ഷവേഴ്സ്. ഹെവി ഷവർ, ആ ശക്തമായ മഴ എന്നുള്ള അർത്ഥമാണ്.
ദ പോയറ്റ്സ് വിഷൻ ബ്ലർഡ് ഇൻ ദി ഹെവി റെയിൻ. ഹെവി ഷവേഴ്സ് എന്ന് പറഞ്ഞാൽ ഉത്തരം ശരിയാണ്. അത് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് ദ പോയറ്റ്സ് വിഷൻ ബ്ലർഡ് ഇൻ ദി ഹെവി റെയിൻ എന്ന് നമ്മൾ ഉത്തരം കൊടുക്കാം. അപ്പോൾ ഈ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ആൻസറും ഇവിടെ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത പാർട്ടിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ്റെ തുടർച്ച നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. അത് നിങ്ങളുടെ മുമ്പിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ്റെ ആരംഭവും ക്വസ്റ്റ്യൻ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. താങ്ക് യു. ഓക്കെ.